ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോ നമ്മുടെ 2024 ജൂൺ എക്സാമിന്റെ റിവിഷൻ സീരീസിൽ ആദ്യ ഭാഗമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒട്ടുമിക്ക സബ്ജക്ട്സിന്റെയും ഫ്രീ റിവിഷൻ ക്ലാസ് തരാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിന്റെ ലൈവ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, റെക്കോർഡിങ്സ് നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമാണ് ഉണ്ടായിരിക്കാം. അപ്പൊ വെതറിന്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ടുള്ള ടൈമിങ്ങിനായിരിക്കും ലൈവ് ഉണ്ടാവുക. നേരത്തെ അറിയിക്കും, പക്ഷെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അറിയാലോ, ഇന്നിപ്പോ ഞാൻ 10:15 ഇപ്പൊ 10:47 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെയാണ് പേപ്പർ എടുത്ത് നോക്കിയപ്പോ ഇന്ന് യെല്ലോ അലേർട്ട് കോഴിക്കോട് ഉണ്ട്, ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോ നല്ല നെറ്റ്വർക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്, എനിക്കും പിള്ളേർക്കും വരുന്നുണ്ട്. എന്നിരുന്നാലും വരുന്ന എല്ലാ എക്സാമിന്റെയും ഫ്രീ റിവിഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇയറിന്റെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. സൈക്കോളജിയാണ് മെയിൻ സബ്ജക്ട്സ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള സബ്ജക്ട്സിന് ഇലക്ടീവ്സ് ഏത് ഇയറിന്റെയും ഇലക്ടീവ് പേപ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈക്കോളജിയുടെ മെയിൻ സബ്ജക്ട്സ് മാത്രമാണ്, ബാക്കി ഒരു സബ്ജക്റ്റും ഇതുവരെ ചെയ്യുന്നില്ല. അതായത് സൈക്കോളജി കംപ്ലീറ്റ് സബ്ജക്ട്സ് പ്ലസ് എല്ലാ ഏരിയയുടെയും ഇലക്ടീവ് പേപ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് ലൈവായിട്ട് റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈക്കോസ്റ്റയുടെ BAPCH ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യാം. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. റിവിഷൻ ക്ലാസ്സസോ ഫ്രീ റിവിഷൻ നോട്ട്സോ ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കാറുണ്ട് കേട്ടോ. മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് മീഡിയ വഴിയാണ്, അല്ലെ? ഫോൺ ത്രൂ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി കഴിഞ്ഞു, അല്ലെ? ഒരു കാലഘട്ടം വരെ നമ്മൾ മുഖത്തോട് മുഖം സംസാരിച്ചിരുന്ന നമ്മളിപ്പം വളരെ ചുരുക്കം മുഖത്തോട് മുഖമായി എല്ലാം നമ്മള് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ മീഡിയ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള സ്കിൽസ് ആണ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. PEGG 171 ആണ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഓക്കെ, അപ്പൊ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഫസ്റ്റ് ബ്ലോക്കിൽ നിങ്ങൾക്ക് വരുന്നത് കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് കമ്മ്യൂണിക്കേഷന്, അതുപോലെ തന്നെ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ് യൂണിറ്റ് 2, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെന്റ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷന്, റൈറ്റിംഗ് ഫോർ മാസ് മീഡിയ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. സോ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാലോ, ഏത് സബ്ജക്റ്റിലായിക്കോട്ടെ, ഏത് ഇഗ്നോർ സബ്ജക്റ്റിലായിക്കോട്ടെ, ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിനാണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിന് മസ്റ്റ് ആയിട്ട് വരും. സോ സൈക്കോസ്റ്റയുടെ പ്രത്യേകത, എല്ലാ വിഷയത്തിന്റെയും ഫസ്റ്റ് ചാപ്റ്റർ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു 10 മാർക്കിൽ 20 മാർക്ക് സൈക്കോസ്റ്റ വഴി ഷുവർ ആയിട്ട് ഞാൻ ഉറപ്പിച്ച് പറയാം. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. സൈക്വസ്റ്റ എന്നും നിങ്ങളുടെ കോഡും ടൈപ്പ് ചെയ്യുക, അതായത് സബ്ജക്ട് കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ എല്ലാ സബ്ജക്റ്റിന്റെയും അവൈലബിൾ ആണ്. സോ ആ ഒരൊറ്റ ചാപ്റ്റർ കണ്ട് നിങ്ങൾക്ക് ഒരു 10 മാർക്ക് മിനിമമാണ്, 10 മാർക്ക്, 20 മാർക്ക് മിനിമമാണ്, 20 മാർക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു. സോ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുന്ന ടോപ്പിക്സ് ഏതൊക്കെ കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ട്, അതുപോലെ തന്നെ ദ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇത് രണ്ടെണ്ണാണ് മെയിൻ ഒരു ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചാപ്റ്ററിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത്. ഒന്ന് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും, രണ്ടാമത്തത് 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ. 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? പറഞ്ഞേ മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ഫ്രീ ക്ലാസ് ആണെന്ന് വെച്ച് ഡൗട്ട് ചോദിക്കാതിരിക്കരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ആരും എന്തോന്നും അറ്റ്ലീസ്റ്റ് ഒരു തംസ് അപ്പ് എങ്കിലും തന്നൂടെ? ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്തെങ്കിലും പറയണം. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീഡിയ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു മീഡിയത്തിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. സോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് എനിക്ക്. ഒറ്റ സെക്കൻഡ്, റിയലി സോറി.
ഒരു അർജന്റ് കോൾ ആയിരുന്നേ. അപ്പോ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ആണ് ആദ്യം വേണ്ടത്. ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് വെർബലി എക്സ്ചേഞ്ച് ചെയ്യാം, അത് ഇപ്പൊ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മീഡിയ വഴിയുള്ള എക്സ്ചേഞ്ച് ആണ്. മീഡിയ എന്ന് വെച്ചാൽ വേറൊരു മീഡിയത്തിലൂടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. Communication is a process that allows an individual to exchange information in several ways, such as communicating one's own perceptions, points of views, or experience gained in the process of living. കണ്ടോ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ്. ഒരു ഇൻഡിവിജ്വലിനെ അലോ ചെയ്യുന്നുണ്ട് അയാളുടെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ. അതായത് അയാളുടെ പെർസെപ്ഷന്, അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ, അയാളുടെ ജീവിതത്തിൽ ആർജിച്ച എക്സ്പീരിയൻസുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Communication requires that all parties understand a common tone of voice and non-verbal physical actions such as body language, sign language, paralanguage, touch, eye contact, or the use of writing. കേട്ടോ, കമ്മ്യൂണിക്കേഷൻ റിക്വയർസ്, അതായത് ഒരു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും നമ്മൾ പറയുന്നത് കൺവേ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു സൈൻ ലാംഗ്വേജിലാണ് ഒരാൾ വന്ന് ക്ലാസ് എടുക്കുന്നത്. സൈൻ ലാംഗ്വേജ് അറിയാത്ത ആൾക്കാരാണ് അവിടെ നമ്മൾ പിന്നെ സംസാരശേഷി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് സൈൻ ലാംഗ്വേജ്. ഒരാൾ സൈൻ ലാംഗ്വേജിൽ ക്ലാസ് എടുക്കുകയാണ്, അവിടെ ഇരിക്കുന്ന ആർക്കും ആ ലാംഗ്വേജ് അറിയില്ല. എന്ത് സംഭവിക്കും? ആ കമ്മ്യൂണിക്കേഷൻ ഫെയിൽ ആവും. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് പാർട്ടീസ്, അതായത് അവിടെ ഉള്ള എല്ലാ പാർട്ടീസിനും ആളുടെ ടോണ്, ആളുടെ ലാംഗ്വേജ്, ആളുടെ ബോഡി ലാംഗ്വേജ്, സൈൻ ലാംഗ്വേജ്, അയാൾ പറയുന്ന എല്ലാം മനസ്സിലാവണം. എന്നാൽ മാത്രമേ, നമ്മൾ ചൈനക്കാരുടെ ക്ലാസ് പോയി നമുക്ക് വല്ലതും മനസ്സിലാവും ഇല്ല. Person to person or one-to-one communication is the exchange of information, ideas and feelings among people. കണ്ടോ, person to person അല്ലെങ്കിൽ one-to-one communication ആണ്. ഇൻഫർമേഷനും ഫീലിങ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, യെസ് ഐ ലവ് യു, അല്ലെങ്കിൽ യു ആർ വെരി പ്രറ്റി, നോ ദാറ്റ് ആക്ഷൻ വാസ് റോങ്. നമ്മൾ എന്താണ്, നമ്മൾ ഇൻഫർമേഷൻ, ഐഡിയ അല്ലെങ്കിൽ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് വെൻ യു transmit a message from one person to another or a group of people. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്? ഒരാൾ വേറൊരാളോടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോട് സംസാരിക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നത്. ഇത്രയും കാര്യം ഒക്കെയാണോ? പറഞ്ഞേ. സോറി കേട്ടോ, ഈ ആമസോണാരാണ്, അവർക്ക് ഇത്രയും നേരം വിളിക്കാൻ കണ്ടിട്ടില്ല. വന്ന വൈക്കൊക്കെ പോയിക്കോളൂ, അതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും ഭാഗം ഞാൻ കമ്മ്യൂണിക്കേഷനെ പറ്റി പറഞ്ഞാണ്. പക്ഷെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ മസ്റ്റ് ആണ്. അതായത് ഏതൊരു ക്വസ്റ്റ്യൻ, ഞാൻ ഐസ് ബ്രേക്കിംഗ് സെഷനിൽ പറഞ്ഞുതരാം കേട്ടോ, പാറ്റേൺ എങ്ങനെയാണ് നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത്. ചില വീഡിയോസിലൊക്കെ അല്ലെങ്കിൽ നോട്ടായിട്ടൊക്കെ കണ്ടു, പിന്നെ വാരി വലിച്ച് എഴുതി 20 പേജെങ്കിലും എഴുതി കഴിഞ്ഞാല് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഒന്നുമല്ല, കണ്ടന്റ് ഇസ് മസ്റ്റ്. ഒരു കണ്ടന്റ് വളരെ മസ്റ്റ് ആണ്. കണ്ടന്റ് ഇല്ലാത്തവർക്ക് ഒരിക്കലും അവരെന്ത് കൊടുക്കത്തില്ല, മാർക്ക് കൊടുക്കത്തില്ല. അതിന് കണ്ടന്റ് വളരെ ക്ലിയർ ആയിട്ട് വേണം കൊടുക്കാൻ. വാരി വലിച്ച് എഴുതി ഏറ്റവും നല്ലത് പോയിന്റ് വൈസ് പോയിന്റ് ആയിട്ട് എഴുതുന്നതാണ്. അതായത് വായിക്കുന്ന ആൾക്ക് പെട്ടെന്ന് കൺവേ ചെയ്യുന്ന രീതിയിൽ. ഞാനൊരു പേപ്പർ വേണമെങ്കിൽ ഞാൻ എഴുതി തന്നെ കാണിച്ചു തരാം. മെയിൻ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുക. ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഇൻട്രൊഡക്ഷൻ മസ്റ്റാണ്. അത് ആ ടോപ്പിക്കുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനും ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് എഴുതേണ്ടത്. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സെൻഡിങ് എ മെസ്സേജ് different media, whether verbal or non-verbal, so that a person transmits through a
provoking idea, gesture, action, thought provoking idea, gesture, action, etc. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. സെൻഡിങ് മെസ്സേജ് ഒരു മീഡിയത്തിലൂടെ, ഡിഫറെന്റ് മീഡിയയിലൂടെ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യാണ്. എങ്ങനെ? വെർബലി ഓർ നോൺ വെർബലി. അതുവഴി എന്താണ്? ഒരു ഐഡിയ പ്രൊവോക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഗെസ്റ്റർ പ്രൊവോക്ക് ചെയ്യാണ്, ഒരു ആക്ഷൻ പ്രൊവോക്ക് ചെയ്യാണ്. ഇതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഐഡിയ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് അറ്റ് മെനി ലെവൽ ഇൻ മെനി ഡിഫറെന്റ് വേസ് ഫോർ മോസ്റ്റ് ഹ്യൂമൻ ബീങ്സ് ആസ് വെൽ ആസ് ഫോർ സർട്ടൻ മെഷീൻസ്. അല്ലെ, ചില മെഷീൻസ് പോലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയോ? മെഷീനുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ഒരു എക്സാമ്പിൾ പറയാരെങ്കിലും? മെഷീനുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ ആരെങ്കിലും? കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ. ഓക്കെ. ATM മെഷീനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ? ATM ഇങ്ങനെ ചോദിക്കില്ലേ നിങ്ങൾക്ക് വിഡ്രോവൽ ആണോ, എങ്ങനെ വിഡ്രോവൽ അല്ലേ? ATM മെഷീൻ നല്ലൊരു എക്സാമ്പിൾ അല്ലേ? ATM-ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ? അതാണ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് at many level in many different ways for most human beings as well as certain machines. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻസ്? അതായത് ഒരു ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോടോ മറ്റൊരു ഇൻഡിവിജ്വലിനോടോ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് മെയിൻ ആയിട്ട് പറയുന്നത്. വെർബലി ആവാം, നോൺ വെർബലി ആവാം. അതുവഴി നമ്മൾ നമ്മുടെ തോട്ട് പ്രൊവോക്കിംഗ് ഐഡിയാസും ഗെസ്റ്റേഴ്സും ആക്ഷൻസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനിയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ഒരു മെയിൻ ക്വസ്റ്റ്യൻ, കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഐ തിങ്ക് 10 മാർക്കിനെങ്ങാനാണ് വരുന്നത്. കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ വന്നാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എക്സാം എഴുതേണ്ട രീതിയാണ്. ആദ്യം കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആദ്യം എക്സാം ആൻസർ ചെയ്തതിന് ജസ്റ്റ് ഒരു പാറ്റേൺ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യും. ആദ്യം നമ്മൾ എന്താക്കും? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ് ഒരു സബ് ടോപ്പിക് എഴുതും. എന്നിട്ട് 1-2 പോയിന്റ്സ് കമ്മ്യൂണിക്കേഷന്. എന്നിട്ട് പിന്നെ വീണ്ടും എന്ത് ചെയ്തു? കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാം? ഈ കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ആദ്യം കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എഴുതിയിട്ട് 1 ഇന്റർപേഴ്സണൽ, 2 ഇൻട്രാപേഴ്സണൽ, 3 ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, 4 മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. ഈ 4 പേരുകൾ മാത്രം എടുത്തെഴുതാം. എന്നിട്ട് വീണ്ടും ഇതിന്റെ ഓരോന്നും എന്താണ്? ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ നോക്കുന്ന ടീച്ചർ? ആദ്യം ക്വസ്റ്റ്യന്റെ ആൻസർ, മെയിൻ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള ഒരു ലൈൻ ഉണ്ട്. അതിനുശേഷം മെയിൻ ഹെഡിങ് ഉണ്ട്, സബ് ഹെഡിങ്സ് ഉണ്ട്. ഇങ്ങനെ എഴുതുന്ന സമയത്ത് എന്താ? ഈ 4 ഓപ്ഷൻ ഉണ്ട്, ഈ കുട്ടിക്ക് 4 ഓപ്ഷനും അറിയാം. അതിനുശേഷം ഓരോന്നും എടുത്ത് പേപ്പർ കാണാൻ എന്ത് വൃത്തി ഉണ്ടാവുന്ന. ഈ ഞാൻ എഴുതിയത് മനസ്സിലായോ? എങ്ങനെയാണ് ആൻസർ ഷീറ്റ് എഴുതേണ്ടത് മനസ്സിലായോ? മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്തരാ കേട്ടോ. ഇതൊരു ആൻസർ ഷീറ്റ് ആണെന്ന് വിചാരിക്കാം. യെസ്, ഇതൊരു ആൻസർ ഷീറ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് എഴുതാം. ഞാൻ ആൻസർ ഷീറ്റ് ആട്ടോ ഞാൻ എഴുതണത്. എന്നിട്ട് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ, ഒരു 2 to 3 പോയിന്റ്സ് മതി. നമ്മളിപ്പോ എടുത്തില്ല, ആദ്യം അത് എഴുതാം. എന്നിട്ട് വീണ്ടും ഓക്കെ, ഇവിടെ ആദ്യം ആ പേരുകൾ മാത്രം. ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ്. എന്നിട്ട് ഈ ഓരോന്ന് എടുത്തെഴുതാം. ഇപ്പൊ മനസ്സിലായോ?
ഇപ്പൊ മനസ്സിലായോ? ഉണ്ടോ? ആദ്യം ക്വസ്റ്റ്യൻ ഏതാ നമ്മൾ എഴുതി, അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ മെയിൻ ഒരു ടോപ്പിക്കിന്റെ കമ്മ്യൂണിക്കേഷൻ എന്താന്നുള്ള ഇൻട്രൊഡക്ഷൻ 2-3 പോയിന്റ്സ്, ഇത് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ സബ് ടോപ്പിക്സ് ആദ്യം എത്ര എണ്ണം ഉണ്ടെന്ന് ഒന്നായിട്ട് നമ്മൾ എടുത്ത് എഴുതാണ്. അതിനുശേഷം ഓരോന്ന് എടുത്ത്. ഓക്കെ ആണോ? പേപ്പർ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. ഓക്കെ ആണോ? ഇപ്പൊ മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, എല്ലാരും ഒന്ന് പറഞ്ഞേ. ആദ്യം പറയാൻ പോകുന്നത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻട്രാ പേഴ്സണൽ. ഇപ്പൊ അത് സീരിയലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കാണാറുള്ളത്. സീരിയലൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ, ഐ മീൻ നായിക അല്ലെങ്കിൽ ദുഷ്ടകഥാപാത്രങ്ങളാണ് അധികം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവര് സംസാരിക്കുന്നുണ്ടാവില്ല, പക്ഷെ അവരുടെ ചിന്തകൾ ഇങ്ങനെ ഇല്ലേ, സീരിയലിൽ കണ്ടിട്ടില്ലേ? അതാണ് ശരിക്കും ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എവറി ടൈം ആൻ ഇൻഡിവിജ്വൽ ഡസ് സംതിങ് ഓർ സ്പീക്സ്, ഹി ഹിയേഴ്സ് ഇറ്റ് ഫസ്റ്റ് വിത്തിൻ ഹിംസെൽഫ്. നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ തന്നെ കേൾക്കുന്നുണ്ട് നമ്മൾ പറയാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നതിനെയാണ് ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത്. Therefore, intrapersonal communication is language use or thoughts which is internal to the communicator. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ലാംഗ്വേജ് നമ്മൾ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് intrapersonal communication എന്ന് പറയുന്നത്. Intrapersonal communication is the active internal involvement of individual in the symbolic processing of messages. കണ്ടോ? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ ആക്റ്റീവ് ഇന്റേണൽ ഇൻവോൾവ്മെന്റ് ആണ്. ഒരു ഇൻഡിവിജ്വൽ അയാളുടെ സിംബോളിക് പ്രോസസിംഗ് ഓഫ് മെസ്സേജ്, അയാളുടെ ഉള്ളിൽ തന്നെ ആ മെസ്സേജസ് ഒന്ന് പ്രോസസ് ചെയ്യുന്നതിനെയാണ്, നമ്മൾ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ്. ചിന്തിച്ചിരിക്കുന്നതൊക്കെ ഒരു ഇൻട്രാപേഴ്സണൽ ആണെന്ന് പറയാം. അങ്ങനെയാണോ? ഇങ്ങനെ ആയിരിക്കുമോ? The individual become his or her own sender and receiver. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാണ്, നമ്മൾ തന്നെ മെസ്സേജ് നമ്മളോട് ചോദിക്കാണ്, നമ്മൾ തന്നെ അത് റിസീവ് ചെയ്യാണ് അല്ലെ. ഇപ്പം ഈ ക്ലാസ്സിന് കയറുന്നത് നന്നാവൂലേ, പറയാ നന്നാവും, കുഴപ്പമില്ലാത്തൊരു ക്ലാസ് ആണ് അല്ലെ. നമ്മൾ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പ്രൊവൈഡിങ് ഫീഡ്ബാക്സ് ടു ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ഇൻ ആൻ ഓൺ ഗോയിങ് ഇന്റേണൽ പ്രോസസ്. നമ്മൾ ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് നമ്മളോട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Although successful communication is generally defined as being between two or more individuals, issues concerning the useful nature of communicating with oneself and problem concerning communication with non-sentient entities such as computers have made some argue that this definition is too narrow. അതായത് സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ രണ്ടാളുകൾ തമ്മിലാണ് നടക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ നമ്മളോട് തന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ അത്ര ക്ലിയർ ആവില്ല എന്നാണ് പറയുന്നത്. അതായത് കമ്മ്യൂണിക്കേഷന് ഒരു ഡെഫിനിഷൻ ഉണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ ഈ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ടും പോകുന്നില്ല എന്നാണ് ഈ ഭാഗത്തുള്ള എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്. പറഞ്ഞു വന്നത് ഫസ്റ്റ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ തന്നെ മെസ്സേജ് സെൻഡ് ചെയ്യണം, നമ്മൾ തന്നെ റിസീവ് ചെയ്യണം, നമ്മൾ തന്നെ ഫീഡ്ബാക്ക് കൊടുക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻട്രാ പേഴ്സണൽ. നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നതിനെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നോ രണ്ടോ ആളുകൾ തമ്മിലാവണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അത്ര എഫക്റ്റീവ് അല്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്തതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ജസീല നമ്മുടെ ജുമാനനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംസാരിക്കുകയാണെങ്കിൽ അതെന്താണ്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ is defined by communicating scholars in numerous ways, though most definitions involve participants who are interdependent on one another or have a shared history. ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള, ഡിപെൻഡന്റ് ആയിട്ടുള്ള, കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് പേര് തമ്മിൽ, ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് പേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Communication channels are the medium choose to convey the message from sender to receiver. ഏത് ചാനലാണോ അതാണ് അതിന്റെ മീഡിയം. ഇപ്പം ഫോൺ ഒരു ചാനൽ, ഒരു മീഡിയമാണ്, ഇന്റർനെറ്റ് ഒരു മീഡിയമാണ്, ഫേസ് ടു ഫേസ് ഒരു മീഡിയമാണ്. കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ക്യാൻ ബി കാറ്റഗറൈസ് ഇൻടു ടു മെയിൻ കാറ്റഗറൈസ്. രണ്ട് രീതിയിലാണ് ചാനലുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഒന്ന് ഡയറക്റ്റ്, മുഖത്തോട് മുഖം നോക്കിയാണ് ഡയറക്റ്റ്. ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് ത്രൂ ഫോൺ, ത്രൂ ഇന്റർനെറ്റ്, ത്രൂ മെയിൽസ്, ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ചാനൽസ് ആണ്.
Another way of defining interpersonal communication is to compare it to different forms of communication. In doing so, you would examine how many people are involved, how physically close they are to one another, how many sensory channels are used, and the feedback provided. ഇനി ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറെ കുറച്ച് നോക്കുന്നത് എത്ര ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര ഫിസിക്കലി അവർ ക്ലോസ് ആണ്, തൊട്ടടുത്താണോ അല്ലെങ്കിൽ ഒരാൾ ഒരു ജില്ലയിലും അടുത്താൾ മറ്റേ ജില്ലയിലുമാണോ, എത്ര ചാനൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഫീഡ്ബാക്സ് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, ഇതും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പോൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഡിഫർ ഫ്രം അനദർ കമ്മ്യൂണിക്കേഷൻ ഇൻ ദാറ്റ് there are few participants involved. വളരെ കുറച്ച് പാർട്ടിസിപ്പൻസ്, മാക്സിമം ഒരു 3-4 പേരുണ്ടാവുള്ളൂ, മിനിമം 2 പേരാണ്. ആരൊക്കെയോ ജോയിൻ ആവുന്നുണ്ട് കേട്ടോ. The interactants are in close physical proximity to each other. There are many sensory channels used and feedback is immediate. കണ്ടോ, ഫിസിക്കലി ഭയങ്കര ക്ലോസ് ആയിരിക്കും ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ കേസസിൽ. അതുപോലെ തന്നെ സെൻസറി ചാനൽസ്, ഇപ്പം ഡയറക്റ്റ് ആണെങ്കിൽ സെൻസറി ചാനൽസ് അവരുടെ സംസാരം നമുക്ക് കേൾക്കാം, ഫേഷ്യൽ ഫീഡ്ബാക്ക് നമുക്ക് കാണാം, ബോഡി ലാംഗ്വേജ് നമുക്ക് കാണാം, ഫീഡ്ബാക്ക് ഒക്കെ അപ്പോ അതാണ് നമ്മുടെ ഒന്നും വേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിനോട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത് പോലും ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ആൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ് ടു നോട്ട് അബൌട്ട് കോണ്ടെക്സ്റ്റുവൽ ഡെഫിനിഷൻ ഇസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇന്ററാക്ടർ. റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നില്ല, ഇന്ന ആളോടായിരിക്കണം എന്ന് പറയുന്നില്ല. ആകെ പറയുന്നതാണ് ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഒരു സാമ്യമുള്ള 2 പേരോ അല്ലെങ്കിൽ ഒരു 2-2-3 പേരോ തമ്മിൽ സംസാരിക്കുന്നതിനാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ന്യൂമറസ് വേസില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അതായത് ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ്, ഒരു ഷെയർഡ് ഹിസ്റ്ററി ഉള്ള പാർട്ടിസിപ്പൻസ് ഒരാൾ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഏത് മീഡിയത്തിലൂടെയോ ചാനലിലൂടെ ആവാം. മെയിൻ ആയിട്ട് 2 ചാനലാണുള്ളത്, ഡയറക്റ്റ് ചാനലും ഇൻഡയറക്റ്റ് ചാനലും. ഒരുപാട് രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യാം ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്. ആളുകൾ കുറവായിരിക്കും, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് കിട്ടും, ഫിസിക്കലി ക്ലോസ് ആയിരിക്കും. അതായത് വളരെ കുറച്ച് പാർട്ടിസിപ്പൻസേ ഉണ്ടാവത്തുള്ളൂ, അവര് ഫിസിക്കലി പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ ക്ലോസ് ആയിരിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇന്നത്തേക്ക് മിക്കവാറുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക്. ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ കിട്ടുന്നതിലും പെട്ടെന്ന് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് മെസ്സേജ് അയച്ചാൽ കിട്ടില്ലേ. എന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാട്ടെ, ഞാൻ ഗ്രൂപ്പേ ശ്രദ്ധിക്കുള്ളൂ, പേഴ്സണൽ മെസ്സേജ് ഞാൻ കുറവാണ്. എന്നാലും മെജോറിറ്റി എങ്ങനെയാണ്, ഇന്റർപേഴ്സണൽ ആണെങ്കിൽ പെട്ടെന്ന് മറുപടി കിട്ടും ഗ്രൂപ്പില് പറയുന്നതിനേക്കാളും. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് നോട്ട് പറയുന്നത് ഇവിടെ ഇന്റർഡിപെൻഡന്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും എന്ത് റിലേഷൻ ആണെന്ന് പറയുന്നില്ല. അതായത് ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള ഷെയർഡ് ഹിസ്റ്ററി ഉള്ള 2 അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകളോ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ, അതാണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. Group communication examine the most effective ways to communicating and interacting within social and work groups, as it provides an opportunity for direct interaction among the members of the group, which helps in bringing about changes in attitude and beliefs and offers a clear understanding. ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോസ്റ്റ് എഫക്റ്റീവ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആൻഡ് ഇന്ററാക്ടിങ് വിത്ത് സോഷ്യൽ ആൻഡ് വർക്ക് ഗ്രൂപ്പ്സ്, ഒരു സോഷ്യൽ ഗ്രൂപ്പ് ആയിട്ടോ വർക്ക് ഗ്രൂപ്പ് ആയിട്ടോ. നമ്മളിപ്പോ സോഷ്യൽ ഗ്രൂപ്പാണ്, നമ്മൾ സൈക്കോസ്റ്റാർ BAPSH എന്ന് പറഞ്ഞ സോഷ്യൽ ഗ്രൂപ്പാണ് നമ്മൾ. ചിലപ്പോൾ അതൊരു വർക്ക് ഗ്രൂപ്പ് ആവാം. Providing an opportunity for direct interaction among members of the group, which help in bringing about changes in attitude and belief. Media and communication എന്ന വിഷയത്തിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്. അവിടെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ ആ വിഷയത്തിനെ പറ്റി നിങ്ങൾക്ക് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി തരികയാണ്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ occur among 3 or more persons. ഇവിടെ ഇന്റർപേഴ്സണൽ 2 ആള് മതി. നേരെ മറിച്ച് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മിനിമം 3 ആള് വേണം.
അതിൽ കൂടുതൽ. The degree of interaction and imitation depends upon the size of the group. Size of the group അനുസരിച്ചിട്ടാണ് എത്രത്തോളം. ഇപ്പം ചെറിയ ഗ്രൂപ്പാണ്, ഇപ്പൊ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് 10 പേരുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ 10 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യും. നേരെ മറിച്ച് നമ്മുടെ സൈക്കോളജിയുടെ BAPSHൽ അറൌണ്ട് 900 സ്റ്റുഡൻസ് ഉണ്ട്. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഗ്രൂപ്പിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് എത്രത്തോളം ഇന്ററാക്ഷൻ നടക്കുന്നത്, എത്രത്തോളം ഇന്റിമേഷൻ ഉണ്ടാവുമെന്ന് പറയാം. The larger the group, the lesser the personal intimacy and lesser is the possibility to exchange. വലിയ ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മൾ എന്താക്കില്ല, പേഴ്സണൽ ഇന്റിമസിയോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യലൊന്നും നടക്കൂല. Communication is the important cornerstone of all groups and often the variable which determines their success or failure. കേട്ടോ, കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് കൗണ്ടർ സ്റ്റോൺ ആണ്. ഒരു ഗ്രൂപ്പ് ഏറ്റവും എഫിഷ്യന്റ് ആവാം, നമ്മൾ സൈക്കോളജി തന്നെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ എന്താ പറയാ അട്രാക്ട് ചെയ്യുന്നത് ലൈവ് സെക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്. ലൈവ് സെക്ഷൻസ് എന്താണ്, നമുക്കൊരു കൗണ്ടർ സ്റ്റോൺ തന്നെയാണ്. കാരണം കുട്ടികളുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ ഡൗട്ട്സ് തീർത്തു കൊടുക്കാം. അതുപോലെ തന്നെ അവർക്ക് മനസ്സിലായില്ല എന്ന് ഒരു കുട്ടിക്ക് പറയുകയാണെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് കൗണ്ടർ സ്റ്റോൺ ആണ് ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം. അതെന്താണ്, സക്സസ് ഓർ ഫെയിലിയർ തീരുമാനിക്കുന്ന കമ്മ്യൂണിക്കേഷൻ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. Effective communication build trust and mutual respect and facilitate learning. കേട്ടോ, ഒരു എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്രൂപ്പിൽ നടക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിന് ട്രസ്റ്റ് ഉണ്ടാവും. അവിടെ എന്താക്കും, ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യും, തമ്മിൽ റെസ്പെക്റ്റും ഉണ്ടാവും. Although communication is frequently thought in terms of written or oral dialogue, actions are also important forms of communication and indicate commitment to stated agreement. And written ആയിട്ട് oral ആയിട്ട് ഇപ്പോൾ ആക്ഷൻസ് പോലും നമുക്ക് എന്താണ് ഒരു സ്റ്റേറ്റഡ് അഗ്രിമെന്റ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തംസ് അപ്പ് എങ്കിലും വിടും, അതൊരു ആക്ഷൻ ആണ്. അപ്പൊ എനിക്ക് സമാധാനം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നല്ല, അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. ഒരു ലൈവ് ക്ലാസ് എടുക്കുന്നതിന് മെയിൻ ഉദ്ദേശം എന്താണ്, നിങ്ങളടുത്തുനിന്ന് ഒരു ആക്ഷൻ എങ്കിലും കിട്ടണം, നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്. ഇന്ററാക്ട് ചെയ്യുക സോഷ്യൽ ഗ്രൂപ്പുമായിട്ടോ അല്ലെങ്കിൽ വർക്ക് ഗ്രൂപ്പുമായിട്ടോ ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഗ്രൂപ്പിലെ മെമ്പേഴ്സുമായിട്ടോ നടക്കുകയാണ്. അതിലൂടെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്ങോ ഒരു ആറ്റിറ്റ്യൂഡ് മാറാനോ ഒക്കെ നമുക്ക് എന്തിലൂടെ പറ്റും, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലൂടെ പറ്റും. അപ്പൊ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന് മിനിമം 3 ആള് വേണം, അതിൽ കൂടുതൽ എത്രയും ആവാം. എത്രത്തോളം ഇന്ററാക്ഷൻ ഉണ്ട്, ഇന്റിമസി ഉണ്ട് എന്നൊക്കെ ഉള്ളത് സൈസ് അനുസരിച്ചിരിക്കുന്നു. ഒരുപാട് പേരുണ്ടെങ്കിൽ എല്ലാവരും തമ്മിൽ വലിയ ഇന്റിമസിയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഒരു ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേഷൻ ഒരു കൗണ്ടർ സ്റ്റോൺ ആണ്. ഒരു ഗ്രൂപ്പ് നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, ആ ഗ്രൂപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുവഴി ലേണിംഗ് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ റിട്ടേൺ വഴിയാവും, ഓറൽ വഴിയാവും, പക്ഷെ ആക്ഷൻസിന് പോലും ഒരു കമ്മ്യൂണിക്കേഷൻ തരാൻ പറ്റും. നിങ്ങൾ തരുന്ന ഒരു തംസ് അപ്പ് അല്ലെങ്കിൽ ഓക്കെ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണെന്ന്. ഇത്രയും കാര്യം ഓക്കെ ആണോ? എങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഗുഡ് ഗുഡ് ഗുഡ്. എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി 3 general categories have been identified as a critical to successful group communication. ഒരു സക്സസ്ഫുൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ 3 ജനറൽ കാറ്റഗറി വേണം. ഒന്ന് കമ്മിറ്റ്മെന്റ്, മെമ്പേഴ്സ് ഇന്റഗ്രിറ്റി ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. അതായത് ഒന്ന് കമ്മിറ്റ്മെന്റ്, ഒരു ലീഡർ ആയിട്ടുള്ള എനിക്ക് കുറച്ച് ക്വാളിറ്റീസ് വേണം, ഇന്റഗ്രിറ്റി വേണം. രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ, ഡിസ്കഷൻ, ലിസണിങ് ആൻഡ് ഫെസിലിറ്റേഷൻ. കേട്ടോ, ഡിസ്കഷൻ വേണം, ലിസണിങ് വേണം, ഫെസിലിറ്റേഷനും വേണം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫെസിലിറ്റേഷൻ, നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കുകയും വേണം. ഓർഗനൈസേഷൻ, സെറ്റിംഗ് ഗ്രൗണ്ട് റൂൾസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ്. കേട്ടോ, ഒരു ഓർഗനൈസ്ഡ് ആണ്. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നില്ല, അതൊരു ഓർഗനൈസ്ഡ് ആയിട്ട്. പിന്നെ ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓക്കെ പറയുന്നു. അപ്പൊ ഒരു 3 കാറ്റഗറിയാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന് വേണ്ടത്. കമ്മിറ്റ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, ഓർഗനൈസേഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. അടുത്തതാണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ കേട്ടോ, അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ is a term used to describe the various means by which individuals and entities relay information to large segment of the population all at once through mass media. കേട്ടോ,
ഒത്തിരി ആളുകളോട് സ്റ്റാറ്റസ് ഒരു മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഒത്തിരി ആളുകളോട് ഒരേ സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ത്രൂ മാസ് മീഡിയ. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് എന്തെന്ന് പറയുന്നത് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള. സ്റ്റാറ്റസ് ഇടുക, ഒരു പോസ്റ്റ് ചെയ്യുക, അതൊക്കെ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ് ഈസ് യൂഷ്വലി അണ്ടർസ്റ്റാൻഡ് ടു റിലേറ്റ് ടു ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻ പബ്ലിഷിംഗ്, റേഡിയോ, ടെലിവിഷൻ ആൻഡ് ഫിലിം ആസ് ദേ ആർ യൂസ്ഡ് ഫോർ ഡിസെമിനേറ്റിംഗ് ന്യൂസ് ഫോർ ആൻഡ് ഫോർ അഡ്വർടൈസിങ്. ഏറ്റവും കൂടുതലും ന്യൂസ് പേപ്പറിലൂടെ, മാഗസിൻസിലൂടെ, ഇപ്പം സോഷ്യൽ മീഡിയ ആട്ടോ കൈകാര്യം. ദ ടേം മാസ് ഡിനോട്ട്സ് ഗ്രേറ്റ് വോളിയം. കാണാം, ഗ്രേറ്റ് വോളിയം, ഒത്തിരി ആളുകളിലേക്ക് ഒരേ സമയം എത്തിക്കുകയാണ് അല്ലെ. Range of or extent of people or production and reception of message. It suggests that the recipients of mass media products constitute a vast sea of passive, undifferentiated individual. കേട്ടോ, റെസിപ്പിയൻസ്, മീഡിയ പ്രോഡക്ട്സിന്റെ റെസിപ്പിയൻസ് ഒത്തിരി പേര്. അപ്പൊ പേപ്പർ ആരൊക്കെ ചിലപ്പോൾ ഒരു 6 വയസ്സുള്ള ഒരു കുട്ടി മുതൽ 95 വയസ്സുള്ള അപ്പൂപ്പൻ വരെ വായിക്കുന്നുണ്ടാവും. ഒത്തിരി ആളുകളിലേക്ക് ഒരേ
സോറി ഡിയേഴ്സ്, നമുക്ക് ആ ഒരു ആൻസർ എങ്കിലും ഫുൾ ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നിവിടെ യെല്ലോ അലേർട്ടാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് പോകുന്നത്. അപ്പൊ ഈ ഒരു ആൻസറും കൂടെ പറയാം, അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇന്ന് തന്നെ വേറൊരു സെഷൻ ഇടാം കേട്ടോ. അപ്പൊ എന്താണ്, ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദി റെസിപ്പിയൻസ് ഓഫ് മാസ് മീഡിയ കോൺസ്റ്റിറ്റ്യൂട്ട് വാസ്റ്റ് സീ ഓഫ് പാസീവ് അൺഡിഫറൻഷിയേറ്റഡ്, ഒത്തിരി അൺഡിഫറൻഷിയേറ്റഡ് ആണ് ഇൻഡിവിജ്വൽസിലേക്ക്, ഒരു വളരെ ഒരു കുറെ ആളുകളിലേക്കാണ് അത് വൈറലായി കഴിഞ്ഞാൽ അത് എത്രത്തോളം പോകുന്നു നമുക്കറിയില്ല. This is an image associated with some earlier critique of mass culture and mass society, which generally assume that the development of mass communication has had largely negative impact on modern social life, creating a kind of bland and homogeneous culture which entertains individual without challenging them. കണ്ടോ, ഈ ഒരു ഇമേജ് ശരിക്കും പറയാൻ നെഗറ്റീവ് ആണ്. കാരണം ഈ മാസ് കമ്മ്യൂണിക്കേഷനിൽ നെഗറ്റീവ് ഇമ്പാക്ട് മോഡേൺ സോഷ്യൽ ലൈഫിലുണ്ട്. പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂലേ. ഒരു സാധനം വൈറലായി കഴിഞ്ഞാൽ അതെങ്ങനൊരു നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ്. ഒരു ബ്ലാൻഡ് ആൻഡ് ഹോമോജീനിയസ് കൾച്ചറാണ് വരുന്നത്. ചാലഞ്ച് ചെയ്യാതെ എന്റർടൈൻ ചെയ്യാൻ നമ്മൾ പലതും കളിയാക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ കാര്യങ്ങൾ നമ്മൾ അറിയുന്ന പോലും ഇല്ല. അതായത് ഒരു വലിയ ഒരു ആളുകളിലേക്കാണ് എത്തുന്നത്. However, with the advancement in mass media technology, people are no longer receiving gratification without questioning the ground on which it is based. കണ്ടോ, മാസ് മീഡിയ ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പത്തുണ്ട്. Instead, people are engaging themselves more with the media products such as computers, cell phones, and internet. These have gradually become vital tools for communication in society today. ഇപ്പൊ മാസ് മീഡിയ തന്നെയാണ് വൈറ്റൽ ആയിട്ട്. സെൽ ഫോൺസും ഇന്റർനെറ്റ് ആണ്. അത് നമ്മളുടെ രാവിലെ എണീറ്റ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഫോണിലേക്ക് മാറിയിട്ട് ഉണ്ട്. അപ്പൊ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, പോപ്പുലേഷനിലേക്ക് എന്തെത്താണ്, മെസ്സേജസ് എത്താണ് അറ്റ് എ ടൈമിൽ തന്നെ. അതായത് ന്യൂസ് പേപ്പറിലൂടെയും മാഗസിൻസിലൂടെയും റേഡിയോയിലൂടെയും ടെലിവിഷൻസിലൂടെയൊക്കെ അൺഡിഫറൻഷിയേറ്റഡ് പോപ്പുലേഷനിലേക്ക് ഒരേ അറ്റ് എ ടൈം ഒത്തിരി മെസ്സേജസ് പാസ് ചെയ്ത് പോകുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ടേം മാസ് എന്ന് പറയുന്നത് ഗ്രേറ്റ് വോളിയം അല്ലെങ്കിൽ റേഞ്ച് ഓഫ് എക്സ്റ്റെന്റ് എന്നാണ്. അതായത് ഒരു വാസ്റ്റ് സീ ഓഫ് അൺഡിഫറൻഷിയേറ്റഡ് പീപ്പിളിലേക്ക് അറ്റ് എ ടൈം മെസ്സേജസ് വളരെ ക്ലിയർ ആയിട്ട് പോവാണ്. അതായത് ഒരു കൾച്ചർ എന്നായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇതിന് മോഡേൺ ലൈഫിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിട്ടാണ് പറയുന്നത്. കാരണം ഒരു സമയത്ത് ഇത് വിട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കൽ പല മെസ്സേജസ്, എൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്. അപ്പൊ ഞാനത് ഒരു IQ റിസൾട്ടിന്റെ ഡൗട്ട് ആയിരുന്നു. IQ റിസൾട്ടിന്റെ ഡൗട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. റിസൾട്ട് നോക്കി, ഒരാളുടെ റിസൾട്ടാണ്, ഞാൻ റിസൾട്ട് നോക്കി പറഞ്ഞു കൊടുത്തു. പിന്നെ ഇത് പോയിപ്പോ എന്റെ സ്റ്റുഡന്റ് ഇത് മാമിന്റെ വോയിസ് അല്ലേ എന്ന് അയച്ച് തിരിച്ചയക്കുമ്പോഴത്തേക്കും ഫോർവേഡ് മെനി ടൈംസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരുപാട് ആളുകൾക്ക് അത് എത്തിയിട്ടുണ്ട്. എന്റെ വോയിസ് ഞാൻ വോയിസ് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നതിനെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്തു. അവ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പേഷ്യൻസിനൊക്കെ പറ്റി ഡൗട്ട്സ് ചോദിക്കുമ്പോൾ ഞങ്ങളായിട്ട് പറയാം, അമ്മി ഉമ്മായം പറഞ്ഞാൽ ഞാൻ വോയിസ് മെസ്സേജ് അയക്കത്തില്ല, നേരിട്ട് കോൾ ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേ ചെയ്യത്തുള്ളൂ. മോഡേൺ ലൈഫിൽ എന്താ ഒരു ബ്ലാൻഡ് ആയിട്ടുള്ള ഹോമോജിനിയസ് കൾച്ചർ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ആളുകളുടെ ജീവിതത്തിന്റെ ഒരു വൈറ്റൽ ടൂൾ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ സമയത്ത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട് തന്നെ പറയാം. എനിക്ക് എന്റെ ഗ്രാൻഡ് മദർ ഒക്കെ പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. വല്യപ്പയുടെ ഒരു കത്ത് വരാൻ 3 മാസം എടുക്കും ഒരു കത്ത് കയ്യിൽ കിട്ടാന്. അതുപോലെ തന്നെ രണ്ടൊക്കെ എഴുത്ത് വായന അറിയില്ല. അപ്പം ഇവര് റേഡിയോയില് കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് ആരെങ്കിലും അടുത്ത് കൊടുത്തയക്കലും, അത് കേട്ടിട്ട് മറുപടി അതിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ചയക്കലൊക്കെ ആയിരുന്നു. ഇന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ദിവസവും നമ്മളൊരു ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല, വീഡിയോ കോളും ഓഡിയോ കോളൊക്കെ ആയിട്ട്. പക്ഷെ അതേസമയം അതിന് വളരെയധികം നെഗറ്റീവ് ഇമ്പാക്ട്സും. അപ്പൊ പറഞ്ഞു വന്നത് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, 4 എണ്ണാണ്. ഏതൊക്കെയാണ്? ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാപേഴ്സണൽ നമ്മൾ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇന്റർപേഴ്സണൽ ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള 2 വ്യക്തികളോ അല്ലെങ്കിൽ 2-3 വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, വളരെ കുറഞ്ഞ ആളുകൾ. ഗ്രൂപ്പ് ആണെങ്കിലോ 3-ഓ അതിലധികമോ ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. 4-മത്തത് അറ്റ് എ ടൈം ഒത്തിരി ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ എല്ലാരും പറഞ്ഞേ.
അപ്പൊ ഇന്നിപ്പോ ഇത്രയും മതി. ഇന്നൊരു സെഷനും കൂടി എടുത്തിട്ട് 7 C's കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോ the class was productive and informative. മാം ഇപ്പോ എന്താ ഇതിലിരുന്ന നോട്ട്സ് ആപ്പിലുണ്ടോ? മാം പക്ഷെ എനിക്ക് ആപ്പില് കിട്ടുന്നില്ല മീഡിയം കമ്മ്യൂണിക്കേഷൻ. ഞാൻ നോക്കട്ടെ, എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ, ഞാൻ പറഞ്ഞുതരാം. സ്റ്റഡി മെറ്റീരിയൽസിലാണുള്ളത് കേട്ടോ. സൈഗസ്റ്റിന്റെ അല്ലേ? ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് എന്നാ കാണിക്കണേ മീഡിയം കമ്മ്യൂണിക്കേഷൻ എടുക്കുമ്പോ. എന്നാലും മാറിപ്പോയതായിരിക്കും, ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. താങ്ക് യു. ബൈ.